എന്താ ചേച്ചി മുഖം വല്ലാതിരിക്കുന്ന? ശരത്ത് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞ 10 ഇരട്ടി ശക്തിയിൽ ഞാൻ തിരിച്ചു പറയും. ഇതല്ല. പിന്നെ ശരത്ത് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രിയെ. നാളത്തോടെ ചിലരുടെയൊക്കെ തനിനിറം പുറത്തു വരുന്ന അവൻ പറഞ്ഞു. എപ്പോഴൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തേലുമൊക്കെ ദുരന്തം സംഭവിച്ചിട്ടുമുണ്ട്. അവൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തില് അവനൊരു സാഹസത്തിന് മുതിരോ ചേച്ചി? പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇങ്ങനെ മുറുകി നിൽക്കുമ്പോ. പിടിക്കപ്പെടുന്നയാൽ എന്തും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലേ പ്രിയ? അതാ എന്നെ പേടിപ്പിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാ പോരെ? നമ്മൾ മാത്രം ശ്രദ്ധിച്ചാ പോരാ, നമുക്ക് പ്രിയപ്പെട്ടവരും കൂടി ശ്രദ്ധിക്കണം. സ്വന്തം അമ്മയെ വരെ ഒഴിവാക്കാൻ നോക്കിയവനവൻ. ഇവിടുത്തെ അമ്മ സ്വന്തം മകനേക്കാളും കൂടുതൽ സ്നേഹിച്ചതവന്. എന്നിട്ട് ആ അമ്മയ്ക്ക് വന്ന ഗതി കണ്ടില്ലേ? അവൻ എന്തും ചെയ്യും, എന്തും. ഇനി അവൻ എന്തെങ്കിലും ചെയ്താ അതവന്റെ നാശത്തിനായിരിക്കും ചേച്ചി. ചേച്ചി മാത്രമല്ല, ഞാനും നോട്ടോട്ട് വെച്ചിരിക്കുക അവനെ. എനിക്കുണ്ട് ശരത്തിനോട് തീർത്താ തീരാത്ത പക. അതിന് പ്രിയ അവൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. ശരിയാ, ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ചില നേരത്ത് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നു ശരത്തിനോട്. എത്രയോ തവണ ഞാൻ എന്നെ സ്വയം നിയന്ത്രിച്ചിട്ടുണ്ടെന്നറിയാവോ? അതെന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സമയത്ത് പ്രിയ വേറെ ആരെയോ പോലെ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞപ്പോലും ആ നേരത്തെ അനുസരിക്കാറില്ല. ഇനി നിത്യമായിരിക്കോ ചേച്ചി എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? പ്രിയ, അതിനിവിടെ ഞാനുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പകയ്ക്കിടയിൽ വന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ നോക്കണ്ട, കേട്ടല്ലോ? ഞാൻ സിദ്ധുവിനൊന്ന് വിളിക്കട്ടെ. ശരത്തിന്റെ ഭാവമാറ്റ സിദ്ധുവും കൂടി അറിഞ്ഞിരിക്കണം. ഹലോ. ആ സിദ്ധു, അവൻ ഇറങ്ങിയിട്ടുണ്ട്. ശരത്ത് കരുതിക്കുട്ടികളെ വരവാന്നാ തോന്നുന്നത്. സൂക്ഷിക്കണം. അവൻ എന്നെ എന്ത് ചെയ്യാനാ? ഇതേ സംശയം നെറ്റിക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് സംഭവിക്കരുത് സിദ്ധു. അങ്ങനെ സംഭവിച്ച അതവൻ ഉപയോഗിക്കും. പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഞാൻ സംശയിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നാലും ഇനിയൊരു നഷ്ടം അതുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരത്തിന്റെ ടാർഗറ്റ് ഞാനായിരിക്കും തോന്നാൻ എന്താ കാരണം? സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നിയതാണോ, അതോ അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അത് സ്നേഹമുണ്ട്, ഒപ്പം കാരണമുണ്ട്. എന്നെ അവൻ ലക്ഷ്യം വെക്കുന്നറിയാലോ. ഞാൻ ഒറ്റയ്ക്കാവണം. അതിനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിത്യയെ കൊന്നു, അച്ഛനെ കൊല്ലാൻ നോക്കി. ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് അത് സിദ്ധുവാ. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള അവന്റെ ശ്രമം സിദ്ധുവിനെ ഇല്ലാതാക്കാനായിരിക്കും. അമ്മ എവിടെയാണെന്ന് അറിയാതെ പോയി. അല്ലായിരുന്നെങ്കിൽ അവൻ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു. ഏയ്, വെറുതെ കാട് കയറുന്നു ചിന്തിക്കണ്ട. ദേവിക പറഞ്ഞതൊക്കെ പണ്ടേ എൻ്റെ മനസ്സിലുള്ളത് തന്നെയാ. അതുകൊണ്ട് തന്നെ ദേവിക മുന്നറിയിപ്പ് തന്നില്ലെങ്കിലും സൂക്ഷിക്കാനുള്ളത് ഞാൻ സൂക്ഷിക്കും. ഒരു ഉറപ്പ് ഞാൻ തരാം, ശരത്ത് വിചാരിച്ചാ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും കുറച്ച് കാണരുത് സിദ്ധു. അവൻ കാരണം ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു എന്നോർക്കണം. അതൊക്കെ എനിക്കറിയാം. ഇനി അങ്ങനൊരു സംഭവം ഉണ്ടാവാനേ പോകുന്നില്ല. അതുകൊണ്ട് താൻ പേടിക്കുകയും വേണ്ട. എനിക്കെതിരെ അവൻ വന്ന
അത് അവന്റെ അവസാനത്തെ വരവായിരിക്കും. പിന്നെ ഒരു തിരിച്ചുപോക്ക് അതൊരിക്കലും അവനുണ്ടായിരിക്കില്ല. അത് മതി, എനിക്കത് കേട്ടാ മതി. ഉം.